ശരിക്കും ഞാനാണോ ഇന്റർവ്യൂ ചെയ്യുന്നത്? ഭാവിയിലൊരു ഇതാണ് ശ്രീകുട്ടി ബെന്നി ധ്യാൻ ശ്രീനിവാസന്റെ ആരെങ്കിലും ആണോ? അമ്മമ്മക്ക് ഏറ്റവും കൂടുതൽ തിരക്കുള്ള ആളായിരുന്നു അമ്മ. അവിടെ വന്ന് കിടന്നുണ്ട് കഴിഞ്ഞു മക്കളെ. ഈ തൊഴിലുറപ്പ് പോണ്ട് വേഗം ഷൂട്ട് ചെയ്യാൻ പോട്ടെ, ഏതാ എന്നെ വിളിക്കുന്നുണ്ടെങ്കിൽ ചീത്ത വെക്കും. പുറത്തുപോയിട്ട് എന്താ അവിടെ നൃത്തം ഉറക്കാഞ്ഞത് എന്തുകൊണ്ട്? ആ കാരണം എന്ന് പറ. കണ്ണൂർ ഭാഷ എന്റെ ഭാവിയെ ബാധിക്കരുത്. ശരിക്കും ഇത് കട്ട് ചെയ്യണേ, അത് കട്ട് ചെയ്യണേ പ്ലീസ്. മതി, ഇതൊക്കെ കട്ട് ചെയ്യണേ. വിഷ്ണുദാസ് കടയ്ക്കൽ, എങ്ങനെയായിരുന്നു ഈ DOP വർക്കൊക്കെ? DOP വർക്ക് ക്യാമറ വെച്ചാണ് ചെയ്തത്. DP എങ്കിലും പ്രത്യേകിച്ച് എന്താ പറയുന്നത്, നമ്മളെ റോയി സപ്പോർട്ട് ചെയ്ത്. ഞാൻ അങ്ങനെ എന്താ പറയുന്ന വലിയ DOP വർക്കൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ റോയ് ഭയങ്കര സപ്പോർട്ടായിരുന്നു. ചേട്ടാ വന്നാൽ മതി, നിങ്ങൾ ചെയ്തു തന്നാൽ മതി, നമ്മളെ വർക്കാണ്, എന്ത് തെറ്റ് വന്നാലും നമ്മൾ സഹിച്ചോളൂ എന്ന് പറഞ്ഞു. ഓടി വന്ന് ബെന്നിയും പറഞ്ഞു, ഇതിലെന്ത് തെറ്റ് വന്നാലും നമ്മൾ സഹിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ വന്നേ. അപ്കമിങ് വർക്ക്സ് മൂവിയാണോ, ഷോർട്ട് ഫിലിം ഇനി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ? പുള്ളി ആക്ച്വലി ഡയറക്ഷനോട് ഭയങ്കര ക്രേസ് ഉള്ള. ഞാൻ ഒരാളിൻ്റെ കൂടെ കുറച്ച് നാള് ഒരു അക്കാഡമി വെച്ചാൽ നമ്മളെ അങ്ങനെയല്ല, ഒരാളിൻ്റെ കൂടെ നിന്ന് പഠിച്ചു വരുന്നു. എങ്ങനെയല്ലാന്ന് എന്നുവെച്ചാൽ നമ്മള് സാധാരണ അക്കാഡമി പോയി പഠിക്കൂലേ, Okay. അങ്ങനല്ല, ഗുരുകുല വിദ്യാഭ്യാസം കണക്കായിരുന്നു. പുള്ളിയുടെ കീഴിൽ നിന്ന് പഠിച്ചു. പുള്ളി കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നു. പാഷൻ കൊണ്ട് പാഷനേറ്റ് ആയിട്ട് അങ്ങനെ പോയി പഠിച്ചു എന്നാണോ ഉദ്ദേശിക്കുന്നത്? ഇല്ല, പുള്ളിയുടെ കൂടെ കുറച്ച് നാൾ നിന്നപ്പോൾ കുറെ കാര്യങ്ങൾ പഠിച്ചു. ക്യാമറ ആയാലും പുള്ളി ഡയറക്ഷൻ, ക്യാമറ, എഡിറ്റിങ്, DI എല്ലാ പണിയും പുള്ളി ചെയ്യും. ഇതെല്ലാം പുള്ളി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇല്ല, പുള്ളി എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു ഡൗട്ട് ചോദിച്ചിരുന്നാൽ അത് ക്ലിയർ ചെയ്തിട്ടേ പുള്ളി പോകത്തുള്ളൂ. പുള്ളിയുടെ കീഴിൽ നിന്നാണ് പഠിച്ചത്. ഫെയിം ആഗ്രഹിക്കാത്ത വ്യക്തിയാണോ? ആന്ന്. അപ്പോഴത്തേക്ക് എനിക്കൊരു ധൈര്യം ഉണ്ടായിരുന്നു. റോയ് വിളിച്ചപ്പോഴത്തേക്ക് വന്ന് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ഉറപ്പ് എനിക്കുണ്ടായിരുന്നു. ഞാൻ പുള്ളിയുടെ കീഴിലാണെങ്കിലും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരെണ്ണം കിട്ടിയപ്പോഴത്തേക്ക് ഓടി വന്നതാണ്. കംപ്ലീറ്റ് സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ, നല്ല കാര്യം. പിന്നെ ഇനി നിങ്ങളിപ്പോ ആ ലൊക്കേഷനുമായി ബന്ധപ്പെട്ടിട്ട് അവിടെയുള്ള പരിസരവാസികളൊക്കെ ഉണ്ടാവില്ലേ, അവരുടെയൊക്കെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നോ? അടിപൊളിയായിരുന്നു, അടിപൊളി സപ്പോർട്ടായിരുന്നു. അതില് 2 മാമിമാരെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അത് അഭിലാഷേട്ടന്റെ മാമിമാരാണ് അവര്. പിന്നെ ആ കുടുംബശ്രീ ആൾക്കാര് ഉച്ചക്ക് ഭക്ഷണം വെച്ച് തരണത് ഈ മാമന്മാരാണ്. ഒരു നമ്മള് കിച്ചൺ സീനാണ് നമ്മൾ കൂടുതൽ പറഞ്ഞത്. അപ്പൊ കിച്ചണിൽ തന്നെയാണ് ഭക്ഷണം അവർ വെക്കുന്നത്. ഒരു സൈഡ് അവർ ഭക്ഷണം വെക്കും. പിന്നെ അവർ അമ്മൂമ്മയായിട്ടുണ്ടായതോ? അവർ അമ്മൂമ്മയായിട്ടുണ്ടായതോ? അമ്മൂമ്മയും തൊട്ടപ്പുറത്തെ വീട്ടിൽ അമ്മൂമ്മേനെ കൊണ്ടേ കിടത്തിയതാ. അതല്ല, ഈ മാമി ഉണ്ടല്ലോ, അമ്മൂമ്മയെ ഓഡിഷൻ ചെയ്തായിരുന്നു. അവൾ ഒരുപാട് ട്രൈ ചെയ്ത് തൊട്ടപ്പുറത്തൊക്കെ പറയുമ്പോൾ ആൾക്കാർ ഭയങ്കര റിയലിസ്റ്റിക് അല്ലേ? ഈ മാമി ഉണ്ടല്ലോ, മാമി പാവം നമുക്ക് ഫുഡ് ഉണ്ടാക്കി തരുന്നതിൻ്റെ ഇടയ്ക്ക് റോയ് അഭിനയിക്കാൻ വിളിക്കുമ്പോൾ അയ്യോ ചോര മോളെ അതൊന്ന് എടുത്ത് വെക്കണേ, ഞാൻ ഇപ്പോൾ അഭിനയിച്ചിട്ട് വരാം. എന്നിട്ടാണ് അഭിനയിച്ചിട്ട് ഓടി വരും. എന്താ ഇത് ശരിയായോ? ഇതായിരുന്നു ആ മാമിയുടെ ഒരു സിറ്റുവേഷൻ. അതിനൊക്കെ ശേഷം പിന്നെ വേറൊരു ദിവസം എനിക്ക് കുടുംബശ്രീ പോകണ്ട് വേഗം ഷൂട്ട് ചെയ്യും, എനിക്ക് അഭിനയിക്കാം. തൊഴിലുറപ്പ്, എനിക്ക് തൊഴിലുറപ്പ് പോകണ്ട് വേഗം ഷൂട്ട് ചെയ്യാൻ പോട്ടെ, ഏതാ എന്നെ വിളിക്കുന്നുണ്ടെങ്കിൽ ചീത്ത വെക്കും. മാമി. അതായിരുന്നു മാമിയുടെ ഒരു അവസ്ഥ. അമ്മൂമ്മ ശരിക്കും ഓഡിഷൻ ചെയ്തായിരുന്നോ? സത്യം പറ. അമ്മൂമ്മ വയ്യ കിടക്കുന്ന അമ്മൂമ്മ എങ്ങനെ ഓഡിഷൻ ചെയ്യും? അമ്മൂമ്മ വിളിച്ചു. അമ്മമ്മക്ക് ഏറ്റവും കൂടുതൽ തിരക്കുള്ള ആളായിരുന്നു അമ്മ. അവിടെ വന്ന് കിടന്നുണ്ട് കഴിഞ്ഞു മക്കളെ. ഇനി ആർസി ചേച്ചിയുടെ പറയാ, വെറുതെ ചിരിച്ചിരിക്കുന്നു. എന്താണ് ആ ഒരു അതിലൊരു കുടുംബശ്രീയിലുള്ള ഒരു ലേഡി ആയിട്ടാണല്ലേ? കുടുംബശ്രീ എന്ന് പറയുന്നത് ലേഡീസിനുള്ളതാണ്. എന്തുകൊണ്ട് ആരും ഒന്നും പറയാത്തത്? എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്?
ഈ പറഞ്ഞ ബെന്നിയാണ് എന്നെ വിളിച്ചത്, ചേച്ചി ഇതുപോലെ ഒരു ഷോർട്ട് ഫിലിമിൽ ഇങ്ങനെ ഒരു വേഷമുണ്ട്, ചെറിയൊരു സാധനമാണ്, ചേച്ചി വന്ന് ചെയ്യുമോന്ന് ചോദിച്ചു. നമുക്ക് പിന്നെ അങ്ങനെ ചെറുത് വലുതൊന്നുമില്ല, എന്താണേലും ടീം ഇതല്ലേ, അത് സത്യം. ഇവരുടെ കൂടെ പിന്നെ സ്ഥിരം ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ഇഷ്ടമാണ്, ഈ ടീം ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് വലിയതൊന്നും കിട്ടുന്നില്ല. അങ്ങനെ ഈ പറഞ്ഞ പോലെ ഭയങ്കര സന്തോഷം. ചെറിയൊരു വേഷമാണെങ്കിലും നല്ല അപ്രിസിയേഷൻ കിട്ടിയ ഒരു ക്യാരക്ടറാണ്. റോയിയോടും ബെന്നിയോടും എല്ലാവരോടും ഗ്രേറ്റ്ഫുൾ ആയിരിക്കും എപ്പോഴും. ഭയങ്കര സന്തോഷമുണ്ട്, കാരണം ഇത്രയും സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു വർക്കിൽ കുഞ്ഞൊരു വേഷമാണെങ്കിലും നമുക്ക് ഭയങ്കര സന്തോഷം. അത്രേ ഉള്ളൂ. അതാ ഞാൻ പറഞ്ഞേ. ഓരോ ആക്ഷൻസ് എല്ലാം അടിപൊളിയായിരുന്നു. താങ്ക് യു. എന്നിട്ടാണ് കുഞ്ഞു വേഷം അത്ര. എന്തായാലും സന്തോഷം. എന്താണ് പറയാനുള്ളത്? എനിക്ക് ഇത് നമ്മുടെ ടീം വർക്ക് തന്നെയാണ്. എല്ലാം ഞാനും ആദ്യം വന്നപ്പോൾ സ്ക്രിപ്റ്റ് കേട്ടപ്പോഴൊന്നും എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയില്ല. നോർമൽ എല്ലാവർക്കും ചെയ്യുന്ന പോലെ വന്ന് ചെയ്യാന്നുള്ള പരിപാടിയായിരുന്നു ഞാനും വന്നത്. ആദ്യം ലൈറ്റ് ബോയ് ആയിട്ടാണ് ഞാൻ വന്നത്. പിന്നെ ഇവരുടെ പ്രസൻറ്റേഷനും ഇവരുടെ ആ ഒരു എനർജിയൊക്കെ കണ്ടപ്പോൾ ഞാനും പതിയെ അതിലോട്ടായിപ്പോയി. പിന്നെ അങ്ങ് പ്രവർത്തിച്ച് വന്ന് പിന്നെ എഡിറ്റ് ചെയ്യാനൊക്കെ കിട്ടി. മാക്സിമം എഫർട്ടൊക്കെ ഇട്ട് ഉള്ള ഐഡിയാസ് എല്ലാം ചെയ്ത് നല്ലതുപോലെ ആക്കി. ദുബായിൽ പോയിട്ട് എന്താ അവിടെ നിൽക്കാഞ്ഞത് എന്തുകൊണ്ടാ? ഓക്കെ, ബഹ്റൈൻ വട്ടവ. എന്തുകൊണ്ടാണ് നിൽക്കാൻ പറ്റുന്ന ചോദിച്ചാൽ അതിന് കുറേ കാരണങ്ങളുണ്ട്. പ്രത്യേകിച്ച് പറയാനില്ല. ക്രിയേറ്റീവായിട്ട് ചെയ്യണം, നല്ല വർക്ക് ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും വലിയ ആഗ്രഹം. അവിടെ പോയിട്ട് പിന്നെ അങ്ങനെയൊന്നുമില്ല. 25ാമത്തെ കല്യാണ വാർഷികം അങ്ങനത്തെ കപ്പിൾ വീഡിയോ ഒക്കെയാണ് കിട്ടിയത് ചെയ്യാനൊക്കെ. അവിടെ ക്രിയേറ്റീവായിട്ട് ചെയ്യാനുള്ള വർക്കൊന്നും ഇല്ലായിരുന്നു. അത് മെയിൻ ഒരു കാരണം തന്നെയായിരുന്നു. പിന്നെ ഈ വർക്ക് പകുതിയിൽ ഇട്ടിട്ട് പോയതും ഒരു ഫാക്റ്റാണ്. ഇവരുമായിട്ട് എങ്ങനെയെങ്കിലും ജോയിൻ ചെയ്യണമെന്ന് ഇങ്ങനെ മനസ്സ് പറഞ്ഞോണ്ടിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് മെയിനായിട്ട് വരാനുള്ള 3 കാരണങ്ങളിൽ ഒരു കാരണം ഈ വർക്കാണ്. ഇവരാണ്. പിന്നെ അവിടെ വർക്കൊന്നും നല്ല വർക്കൊന്നും അല്ലായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ച് പോയതിനേക്കാളും ഭയങ്കര ശോകം വർക്കൊക്കെ ആയിരുന്നു. ഒരു 25-30 വയസ്സ് 30ാമത്തെ കല്യാണ വാർഷികം വർക്കൊക്കെ ആയിരുന്നു ഷൂട്ട് ചെയ്തുകൊണ്ടിട്ട് എഡിറ്റ് ചെയ്യേണ്ടത്. അതും നല്ലതുപോലെ ഞാൻ ചെയ്തു കൊടുത്താൽ അവർ വന്നിരുന്നു അതിനെ കുളമാക്കും. അതിന് അവര് വരുന്ന കാരണം അതിനെയും പുതുമയുള്ള രീതിയിൽ അവതരിപ്പിക്കാലോ, അതല്ലേ ഒരാളുടെ കഴിവ്. അത്ര വേണ്ടേ? അപ്പൊ ഇത് എത്രാമത്തെ പ്രൊജക്റ്റ് ആയിരുന്നു ഇത്? ഞാൻ ഇച്ചിരി മുറ്റാണ്. 19 പടം അഭിനയിച്ചിട്ടുണ്ട്. കൂടുതലും പോസ്റ്റർ ഒട്ടിക്കും വഴി പൊട്ടുന്ന പടങ്ങളാണ്. പിന്നെ നല്ല ക്യാരക്ടേഴ്സൊക്കെ ചെയ്ത പടങ്ങൾ നല്ല കിടില സിനിമയിൽ ആവശ്യമുള്ളൊരു ഘടകമായതുകൊണ്ട് ഫൈനൽ എഡിറ്റ് ആകുമ്പോൾ അവർ കട്ട് ചെയ്ത് കളയും. പിന്നെ നല്ല കുറച്ച് പ്രോജക്ട്സ് ബെന്നിയുടെ വരുന്നുണ്ട്, അതിന്റെ ഡീറ്റെയിൽസ് പറ. ഒന്ന് ഞാനും വിഷ്ണു കൂടെ ഒക്കെ ചെയ്ത, ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ സാറിൻ്റെ വർക്ക്. പിന്നെ ബൾട്ടി ഇറങ്ങട്ട് മിന്നായ കണക്കൊല്ലം പോയാൽ പിന്നെ അത് നാണക്കേടായിരിക്കും. പാത്ത് ചേച്ചി എൻ്റെ കാര്യം നിങ്ങൾ കറക്റ്റ്. അത് ഒന്ന് പാത്ത്, ജിതിൻ ഐസക് തോമസിൻ്റെ പാത്ത്, ജിതിൻ ചേട്ടൻ്റെ പടമുണ്ട്. പിന്നെ ചില്ലറ, ഗൗതമി ഗോപൻ. ഈ ചില്ലറയ്ക്ക് എനിക്ക് ഒരു ഭയങ്കര ലക്കെന്ന് പറഞ്ഞാൽ ഇത് ഓസ്കാർ ക്വാളിഫിക്കേഷൻ ഉള്ള ഇന്ത്യയിൽ നിന്ന് സെലക്ട് ആവുന്ന ഒരു ഫെസ്റ്റിവലാണ് ഈ ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ. അവിടെ അത് സെലക്ട് ആയിട്ടുണ്ട് ചില്ലറ. ഈ ഓഗസ്റ്റ് 15, 16, 17 ഇതിന് സ്ക്രീനിങ് ഉണ്ട് അവിടെ. എല്ലാം വമ്പൻ ടീമുകൾ. അവിടെ പോകാൻ വേണ്ടി ഞാൻ കുറച്ച് ഇംഗ്ലീഷൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. ആ വർക്കിൽ ഞാനാണ് വില്ലൻ. അത് തമാശ പറഞ്ഞല്ലേ, നല്ല ഒരു ക്യാരക്ടർ ലുക്ക് ഒക്കെ അടിപൊളിയാണ്. അതെ, ബെന്നിയുടെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ക്യാരക്ടർ കിട്ടിയാലും നന്നായിട്ട് സ്റ്റഡി ചെയ്യും. ക്ഷമ ചേച്ചി, എന്നെ കുറിച്ച് പറയാമോ? ചേച്ചിയെ കുറിച്ചും പറയണ്ടേ? ധ്യാൻ ശ്രീനിവാസന്റെ ആരെങ്കിലും ആണോ? എന്ത്? ഇനി അത് ചുമ്മാ ചേച്ചി അമ്മാതിരി ഹ്യൂമർ സെൻസ് അല്ലേ? ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞോട്ടോ, കാര്യമായിട്ട് പറഞ്ഞാ എന്ത് ക്യാരക്ടർ കിട്ടിയാലും വളരെ നന്നായിട്ട് അത് സ്റ്റഡി ചെയ്യും. അതിനെങ്ങനെ ലുക്ക് ആയാലും ഇനിയിപ്പോ ഹെയർ സ്റ്റൈൽ ആയാലും ആറ്റിറ്റ്യൂഡ് ഒക്കെ നന്നായിട്ട് സ്റ്റഡി ചെയ്യും. ഞാൻ ആ ഒരു ഇതിലെ വരും, ഭയങ്കര രസമാക്കണം. ശരിക്കും ഞാൻ പറഞ്ഞാൽ ഞാൻ ഇവിടെ വന്നിട്ട് 12 വർഷം പുറത്തായി. എൻ്റെ സ്ഥലം കൊല്ലം കുളത്തുപ്പുഴയാണ്. 12 വർഷം പുറത്താവാൻ? അല്ല, 12 വർഷമായി ഇവിടെ വന്ന് ഒരുപാട് ജോലികളൊക്കെ ചെയ്ത്.
ചാൻസ് ഒക്കെ ചോദിച്ച് നടന്ന് എനിക്കിത് കറക്റ്റ് പ്രോസസ്സ് അറിയത്തില്ലായിരുന്നു. ആരടുത്ത് ചോദിച്ചാൽ നമുക്ക് സിനിമയിലൊരു അവസരം കിട്ടുമെന്നുള്ളൊരു സംഭവം. അപ്പോൾ അത് മനസ്സിലാക്കാൻ തന്നെ ഒരു 5-6 വർഷം പോയി. പിന്നെ ഈ പറയുന്ന കണക്ക് നേരത്തെ ഞാൻ മുടി വളർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിളിക്കുന്ന പരിപാടിയൊക്കെ ഈ ഗുണ്ട പരിപാടിയാണ്. കൺട്രോളർ വിളിക്കുമ്പോഴേ അറിയാം. അപ്പോൾ നമ്മൾ ചോദിക്കും, ചേട്ടാ എവിടെ വന്ന് ഇടി കൊള്ളണ്ടേന്ന് ചോദിക്കണമായിരുന്നു. അങ്ങനെയൊക്കെ നിന്ന് പിന്നെ എനിക്ക് മനസ്സിലായി ഇതല്ല പരിപാടി. ഞാൻ ഫെയിം ആയിരുന്നു ആദ്യമേ ആഗ്രഹിച്ചത്. ഫെയിം എവിടെ ഇറങ്ങിയാലും തിരിച്ചറിയണം, കാശുണ്ടാക്കണം. അതല്ല എൻ്റെ ഏറ്റവും, എനിക്ക് വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യണം. എല്ലാ ടൈപ്പ് ക്യാരക്ടേഴ്സും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യണം. അതിനകത്താണ് എൻ്റെ ഏറ്റവും വലിയ ഗത്ത്. അപ്പം ജീവിതത്തിൽ എന്ത് നഷ്ടപ്പെട്ടാലും എൻ്റെ ഈ നെവർ ഗിവ് അപ്പ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അതിനുവേണ്ടി തന്നെയാണ് ഞാൻ കൊച്ചിയിൽ നിന്ന് ചവിട്ടിയിടിക്കുന്നത്. ഇപ്പോഴും കുറച്ച് നല്ല സിനിമകൾ റിലീസിനുണ്ട്. ഇത് നല്ല പ്രതീക്ഷയുള്ള വർക്കാണ് കിട്ടിന് മുമ്പ്. കാര്യം നമ്മളത്രയും എഫേർട്ട് എടുത്തിട്ടുണ്ട്. അതിലുപരി ഇവരെല്ലാം സിനിമ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരെ നമ്മൾ യുണൈറ്റഡ് ആയിട്ട് നിന്ന് ഒരു വർക്ക് ചെയ്യുന്നത് ഭയങ്കര ഭാഗ്യമാണ്. ഇനി നമുക്ക് കുറച്ച് ഫ്രണ്ട്സ് വേറെ വെളിയിലുണ്ട്, അവരെയും ഉൾപ്പെടുത്തി നമുക്ക് ചെയ്യണം. അതൊക്കെയാണ് പുതിയ പ്ലാനുകൾ. നമുക്കിതില് ഭയങ്കര സീരിയസ് ആയി പോലെ അല്ല, നമുക്കിതിൽ കിട്ടിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് നമ്മുടെ പ്രിവ്യൂ ഷോ കാണാൻ സമ്മതിച്ച അല്ലെങ്കിൽ വരാൻ പറ്റാത്ത 2-3 ഡയറക്ടേഴ്സ്, വലിയ ഡയറക്ടേഴ്സ് തന്നെ അവരെ പ്രോജക്റ്റ് പോയി കാണിക്കാനുള്ള ഒരു അവസരം അവർ നമുക്ക് അഷ്വർ ചെയ്തിട്ടുണ്ട്. പേര് പറയാൻ പറ്റില്ലേ? അങ്ങനെ അപ്പം അവരെ കൊണ്ട് കാണിക്കണം. അതെ, എല്ലാം നടക്കട്ടെ, നടന്നിട്ട് പറയാം, അതല്ല ബെസ്റ്റ്. വെറുതെ ടെൻഷൻ ആവാൻ വയ്യ. അപ്പം അങ്ങനെ ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇപ്പം ഈ ടീമിലേക്ക് ഞാൻ എത്തിപ്പെടാനൊരു ആള് കാരണക്കാരിയാണ് നമ്മുടെ അശ്വതി എസ് നായർ എന്ന് പറഞ്ഞിട്ട്, എൻ്റെ ഫ്രണ്ട്. നമ്മുടെ ഫ്രണ്ട്. അപ്പോൾ പുള്ളിക്കാരിയും ഞാനും കൂടി ഇരിക്കുമ്പോഴാണ് ബെന്നി അശ്വതിനെ വിളിക്കുന്നതും. എൻ്റെ അടുത്ത് എന്തോ പറഞ്ഞതെന്ന് ഞാൻ പറയട്ടെ. ക്ഷമ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്. നിനക്ക് ഏത് ചെറുപ്പക്കാരിയായിട്ടാണോ സ്കൂൾ കുട്ടിയായിട്ടാണോ കൂടിരുന്ന് പറയിപ്പിച്ചു വിട്ടല്ലേ അത്? പിന്നെ കള്ളം പുറത്തു വന്നാട്ടോ, ഇതാണ് ശ്രീകുട്ടി എന്താണ് ബെന്നി. ഞങ്ങൾ ഒരുമിച്ചുള്ള സമയത്താണ് ബെന്നി വിളിക്കുന്നത് തന്നെ. അപ്പം അതിന് തൊട്ട് മുമ്പ് അശ്വതിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പം അവൾ പറഞ്ഞിട്ടുണ്ടാവാം, ആ സ്പോട്ടിൽ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നില്ല എന്നേ ഉള്ളൂ. ഐ മീൻ ആ സിറ്റുവേഷനിൽ ഞങ്ങളുണ്ടായിരുന്നു. അപ്പം ഞാൻ വാഷ്റൂമിലെന്തോ തിരിച്ച് പോയി വരുന്ന സമയത്താണ് അശ്വതിൻ്റെ അടുത്ത് പറഞ്ഞത്, ചേച്ചി ബെന്നി എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് വിളിക്കും എന്ന് പറഞ്ഞിട്ട് അവൾ എനിക്ക് ഫോട്ടോ ഒക്കെ കാണിച്ചു, ഇതാണ് ബെന്നി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ പറയാം എനിക്കറിയാമെന്ന് പറഞ്ഞു. നിൻ്റെ ഇൻസ്റ്റയിലെ ഫോട്ടോ അല്ല, ആ മുടി വളർത്തിയ ഫോട്ടോ. അപ്പോൾ തന്നെ ബെന്നി വിളിക്കുകയും ചെയ്തു. എന്നിട്ട് സംസാരിച്ചു. പിന്നെ നമ്മൾ മീറ്റിംഗ് ഒക്കെ പ്ലാൻ ചെയ്തു. അപ്പോൾ അശ്വതിയാണ് ഈ ഒരു ടീമിലേക്ക് എത്താനുള്ള കാരണക്കാരി. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഈ പ്രോജക്റ്റ് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഈ പ്രിവ്യൂ അത് കാര്യങ്ങളൊക്കെ നമ്മളെ എന്താ പറയുക സപ്പോർട്ട് ചെയ്ത ഒരു ആളുണ്ട്. ആളോട് ഒരുപാട് താങ്ക്സ് ഉണ്ട്. പേര് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, എന്തായിരിക്കും. ക്രിസ്റ്റോ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കുറെ കാര്യങ്ങളിൽ. ഇപ്പോൾ പ്രിവ്യൂ ഷോയുടെ കാര്യത്തിലായാലും ഒക്കെ കുറെ കാര്യങ്ങളിൽ എന്താ പറയുക, ഒരു സ്പോൺസർ തന്നെ പോലെ പറയാം. അതേപോലെ തന്നെ നിന്നിട്ടുണ്ട് കൂടെ. ഭയങ്കര, അതായത് പുള്ളിയുടെ ഒരു പ്രോജക്റ്റിനുള്ളൊക്കെ പോലെ തന്നെയാണ് കൂടെ നിന്നിട്ടുള്ളത്. അത് ഒരുപാട് ഹാപ്പിനെസ് തരുന്നൊരു കാര്യമാണ്. അപ്പോൾ ഈ 2 വ്യക്തികളെ എനിക്ക് മെൻഷൻ ചെയ്യണം എന്ന് തോന്നി. ഈ ഒരു ഷോർട്ട് ഫിലിമിലൂടെ പൊതുസമൂഹത്തിന് എന്ത് മെസ്സേജാണ് കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്? പ്രത്യേകിച്ച് മെസ്സേജായിട്ട് അങ്ങനെ ഒരു മെസ്സേജ് അല്ല, ഇത് കാണുന്നവർക്ക് കുറച്ച് എൻ്റർടൈൻ ചെയ്ത് കണ്ടിരിക്കാൻ പറ്റണം. പിന്നെ ഇതൊരു കൊമേഴ്ഷ്യൽ എലമെൻ്റാണ് ഇതിനകത്ത് കുറച്ച് കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പം നമ്മളിപ്പം സിറ്റി ഒരുപാടൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പം നാട്ടുപ്രദേശത്ത് ഒരു എൻഗേജ്മെൻറ്റ് നടന്ന ഒരു പയ്യനും പെണ്ണും. അപ്പം ഇതിനകത്ത് കൂടുതലൊരു ലൈഫ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് നമ്മൾ. അപ്പം നമ്മൾ കൂടുതൽ ഇപ്പോൾ ഒരു പെണ്ണ് കാണാൻ പോയി കഴിഞ്ഞാൽ എന്തായാലും അവർ തമ്മിൽ കോൺടാക്റ്റ് വയ്ക്കും. അപ്പോൾ അവർ മീറ്റ് ചെയ്യുന്നത് പുറത്ത് പാർക്കിലോ സിനിമയ്ക്ക് പോകാൻ വിളിക്കുമായിരിക്കും, അല്ലെങ്കിൽ ഫാമിലിയായിട്ട് മറ്റേ ഔട്ടിങ്ങിന് പോകുമായിരിക്കും, അല്ലെങ്കിൽ ഫുഡ് കഴിക്കും, ഡ്രസ്സ്. അപ്പം ഇതിലെ നായകൻ അങ്ങനെയല്ല. ഇതിലെ നായകൻ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. അവന് കാണാനായിട്ട് ഒരു സ്പോട്ട് മാത്രമേ ഉള്ളൂ. നായികയുടെ അല്ല, സോറി, നമ്മുടെ കഥാപാത്രം ശ്രീകുട്ടിയുടെ വീട്ടിൽ പോകണം. അപ്പം ഇവനൊരു കാര്യം ഇടയ്ക്കിടയ്ക്ക് പറയാനുണ്ട്, ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം കല്യാണത്തിന് മുന്നേ.
അപ്പോൾ അത് പറയാനായിട്ട് വീട്ടിൽ പോകുന്ന കുറച്ച് സിറ്റുവേഷൻസ് രസകരമായിട്ട് നമുക്ക് കാണിക്കണമെന്ന് തോന്നി. ഇത് തന്നെയാണ് മെസ്സേജ് ഒന്നും ഉണ്ട് അവസാനം, അത് ക്ലൈമാക്സ് ആണ്, നമുക്ക് പറയാൻ പറ്റുന്നില്ല. അതാണ് ഇതിൻ്റെ, അതാണ് വലിയ മെസ്സേജ്. ആ മെസ്സേജ് ആണത്, ക്ലൈമാക്സ് അതൊരു വലിയ മെസ്സേജ് ആണ്. പക്ഷെ അത് രസകരമായിട്ട് നമ്മൾ കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. വേറെ ഒന്നും പറയണ്ടോ? അതെന്തോ പറയാനുണ്ട്, നേരത്തെ പറഞ്ഞിട്ടുണ്ടായല്ലോ. പറയൂ പറയൂ പറയൂ. മെസ്സേജ് മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഇത് മെസ്സേജ് മാത്രമല്ല, ഈ ഒരു ഷോർട്ട് സീരീസ് എന്തിനു വേണ്ടി എന്ന് പറയുമ്പോൾ നമ്മളിപ്പം മൈൻഡൊക്കെ ഒന്ന് ചില്ലാവാൻ വേണ്ടി നമ്മളൊന്ന് കാണാം. അങ്ങനല്ല, ഇത് ടെക്നിക്കലി ഹൈ ആയിട്ടുള്ള ഒരു വർക്കാണത്. അപ്പം സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇതിനകത്തോട്ട് വരാനിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഒരു നമ്മളെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റും, അവർക്ക് നമുക്കൊരു മെസ്സേജ് കൊടുക്കാൻ പറ്റും. നമ്മളെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുമെങ്കിൽ അവരെ കൊണ്ട് ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റും എന്നുള്ളൊരു മെസ്സേജ്. അതാണ് മെസ്സേജ്. അല്ലാതെ പബ്ലിക്കിന് കൊടുക്കാൻ പറ്റുന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ അതിപ്പോൾ നാക്ക് ഉരുക്കുന്നതാ. ഞാനത് എങ്ങനെയും ഒപ്പിച്ചു. ഓക്കെ, അത് നമ്മൾ ഈ ചെറിയ ക്രൂ എന്ന് പറയുമ്പോൾ നമ്മൾ ലിമിറ്റഡ് നമ്പേഴ്സ് ഓഫ് ക്രൂ. പക്ഷേ ഇത് നമ്മുടെ ഔട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണം നമ്മൾ അത്രയും പ്രൊഫഷണലിയാണ് ഇത് വർക്ക് ചെയ്തേക്കുന്നതെന്ന്. അപ്പോൾ സിനിമയിൽ ഇങ്ങനെ ഒരു ഷോർട്ട് ഫിലിം ചെയ്യാൻ ആഗ്രഹമുള്ള അല്ലെങ്കിൽ ഷോർട്ട് സീരീസ് ചെയ്യാൻ ആഗ്രഹമുള്ള പയ്യന്മാർക്ക് നമ്മൾ കൊടുക്കുന്നൊരു മെസ്സേജാണ്, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റിയല്ലോ എന്നുള്ളൊരു മെസ്സേജ്. നമുക്ക് പറ്റി, അതുകൊണ്ട് നിങ്ങൾക്കും സാധിക്കും എന്നുള്ളത് അതും ഒരുപാട് പരിമിതികൾക്കുള്ളിൽ ആ ഒരു മെസ്സേജ് നമ്മുടെ വർക്ക് ബേസ് ഒരു ടെക്നിക്കലി ഉള്ള പരിപാടിയാണ് ഞാൻ പറഞ്ഞത്. സമൂഹത്തിനതാണെങ്കിൽ ഒരു ഐറ്റം ഇതിനകത്തുണ്ട്. അത് കുറച്ചൊക്കെ ഈ നമ്മുടെ ക്യാമറമാൻ്റെ ലൈഫിൽ നമ്മൾ ഇൻസ്പയർഡ് ആക്കി. അല്ല, ഒരു ലോ ബഡ്ജറ്റ് ഷോർട്ട് സീരീസ് ആണോ ഇത്? ലോ ബഡ്ജറ്റ് എന്നല്ല, ഇത് കൂടുതലും നമ്മൾ ഒരു ഇൻഡിപെൻഡൻറ്റ് വർക്ക് എന്ന് പറയാം. എല്ലാവരും എല്ലാ പണിയും ചെയ്യണം എന്നൊക്കെ ഉണ്ട്. എല്ലാവരും എല്ലാ പണിയും ചെയ്യുന്നതല്ല. ഇപ്പം റോയ് ഇതിൻ്റെ ഡയറക്ടറാണ്, റോയ് ആണ് ഇതിൻ്റെ സ്റ്റോറി സ്ക്രീൻ പ്ലേ, മഹേഷ് ഇത് ചീഫ് അസോസിയേറ്റ് ആണ്, എഡിറ്ററാണ്, വിഷ്ണു ഇതിനകത്ത് ഒരു ലോഡ് പണി ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? പോസ്റ്റർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്, ടൈറ്റിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്, ക്യാമറ ചെയ്തിട്ടുണ്ട്, പിന്നെ ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്, ഷൂട്ടിൻ്റെ ഇടയിൽ ഗതാഗതം ഉൾപ്പെടെ അങ്ങനെ എല്ലാവരും എല്ലാ പണിയും ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ പണിയില്ലാത്ത എനിക്കുള്ളെന്ന് തോന്നുന്നു. അങ്ങനല്ല, അപ്പോൾ നമ്മൾ കുറച്ച് ആൾക്കാർ വെച്ച് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത് പബ്ലിക്കിന് കൊടുക്കുന്നൊരു സിനിമ ഇഷ്ടപ്പെടുന്നവർക്ക്, കോംപ്ലിക്കേഷനായിട്ട് ഞാൻ പറയുന്നില്ല. അല്ലാതെ ഇപ്പോൾ ഫാമിലി ആയിട്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് ഒരു മെസ്സേജ് ഇതിനകത്തുണ്ട്, മസ്റ്റായിട്ടുമുണ്ട്. അത് പറഞ്ഞാൽ ഇത് നമ്മുടെ ക്ലൈമാക്സ് ആണ്. സസ്പെൻസ് പൊളിഞ്ഞത് പൊട്ടും. അപ്പൊ അതുകൊണ്ട് ആരും അത് പറയില്ല, സസ്പെൻസ് അത് പറഞ്ഞു പോയി.